നമസ്കാരം. ത്രിമൂർത്തികളായി അറിയപ്പെടുന്ന ദേവനാണ് പരമശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മദേവൻ എന്നിവർ. ഒരിക്കൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിനെയും സ്ഥിതിപരിപാലകനായി മഹാവിഷ്ണുവിനെയും സംഹാരകർത്താവായി ശിവനെയും സങ്കല്പിക്കുന്നു. സാക്ഷാൽ പരമശിവൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമായിട്ടാണ് പറയപ്പെടുന്നത്. അഭിഷേകപ്രിയനായ പരമേശ്വരൻ ദേവന്മാരുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദിദേവൻ എന്നൊരു നാമം കൂടി പരമേശ്വരന് ഉള്ളതായി കാണാം. അതിനാൽ തന്നെ ആദിദൈവമായി കണക്കാക്കുന്നു. മറ്റു ദേവകളിൽ നിന്ന് വേറെ വ്യത്യസ്തമായ രീതികളും ആചാരങ്ങളുമാണ് പരമേശ്വരനുള്ളത്. ശ്മശാനവാസിയായ പരമേശ്വരൻ നാഗങ്ങളെ ആഭരണങ്ങളായും പുലിത്തോൽ വസ്ത്രമായും ധരിച്ചിരുന്നു. ഏതു വസ്തുവിലും പരമേശ്വരൻ വ്യത്യാസം കാണുന്നില്ല. മനോഹരമായ പുൽമേടും ശ്മശാനവും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. ഭൂമിയിൽ കൈലാസത്തിലാണ് പരമേശ്വരനെന്നും തൻ്റെ പത്നിയായ പാർവതിയും വസിക്കുന്നത് എന്നാണ് വിശ്വാസം. പരമേശ്വരൻ്റെ ജനനരഹസ്യം എല്ലാവരിലും സംശയമുളവാക്കുന്നവയാണ്. പുരാണങ്ങളിൽ പരമശിവൻ്റെ ജനനത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം. ശിവപുരാണപ്രകാരം മഹാദേവൻ സ്വയംഭൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനാൽ തന്നെ പരമശിവൻ ജനനത്തിലും മരണത്തിലും അതീതനായി നിലനിൽക്കുന്നു. ആദിയും അന്തവും ശിവന് ഇല്ല എന്ന് പാർവതിയോട് ഒരിക്കൽ പറയുന്നുണ്ട്. പരബ്രഹ്മത്തിൻ്റെ ഏറ്റവും അടുത്ത സ്വരൂപമാണ് പരമശിവനെന്നും സൃഷ്ടിയുടെ ഏത് തരത്തിനെയും ഒരുപോലെ കാണുന്ന ദൈവമാണ് പരമശിവനെന്നും ശിവപുരാണം പറയുന്നു. സൃഷ്ടിയെ സൃഷ്ടിച്ചത് പരമശിവനാണെന്നും പരമശിവനില്ലാതായാൽ സൃഷ്ടിയുടെ അവസാനം സംഭവിക്കുമെന്നും ശിവപുരാണത്തിൽ കാണാം. ലിംഗപുരാണത്തിൽ പരമേശ്വരനെ ഊർജമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ഊർജത്തെ രുദ്ര അഥവാ അഗ്നി എന്നും പറയപ്പെടുന്നു. ഈ ലിംഗത്തിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് എന്നും കുറിച്ച് കൽപ്പങ്ങൾ ശേഷം പ്രപഞ്ചം മുഴുവൻ ലിംഗത്തിലേക്ക് ചുരുങ്ങിപ്പോകുമെന്നും ഈ പുരാണത്തിൽ പറയുന്നു. അതായത് പരമേശ്വരൻ ഒരു ഊർജ സ്രോതസ്സാകുന്നു. ഈ ഊർജത്തെ നശിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ ആർക്കും സാധ്യമല്ല. ഒരിക്കൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് ഏറ്റവും വലിയ ശക്തിശാലി എന്ന് അറിയുവാനാണ് ആ തർക്കം ഉണ്ടായത്. ഈ സമയം ഇരുവർക്കു മുന്നിലായി ഒരു ലിംഗം പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെട്ട ലിംഗത്തിൻ്റെ ആദ്യവും അന്തവും കാണാനായി ഇരുവരും പരിശ്രമിക്കുകയും ചെയ്തു. ആ ലിംഗത്തിൻ്റെ തുടക്കമോ അവസാനമോ ഇരുവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നതുപോലെ തന്നെ പരമേശ്വരൻ്റെ ജനനത്തെക്കുറിച്ചും ആർക്കും കണ്ടെത്താനാകില്ല എന്നതാണ് ഇതിലെ സത്യം. അതിനാൽ അനന്തമായ ഊർജസ്രോതസ്സായി പരമേശ്വരൻ ഇന്നും നമുക്കുള്ളിലും നമുക്ക് ചുറ്റും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. വിഷ്ണു പുരാണപ്രകാരം എങ്ങനെയാണ് പരമേശ്വരൻ്റെ ജനനമെന്ന് മനസ്സിലാക്കാം. വിഷ്ണു പുരാണം ബ്രഹ്മാവ് ദേവനിൽ നിന്ന് ഒരിക്കൽ ഒരു കുഞ്ഞു ബാലനെ ലഭിക്കുന്നതിനു വേണ്ടി തപസ് ചെയ്യേണ്ടതായി വന്നു. ബ്രഹ്മദേവനിൽ തപസ് ചെയ്യുന്ന സമയത്ത് ബ്രഹ്മദേവൻ്റെ മടിയിൽ ഒരു കുഞ്ഞു ബാലൻ വരികയും ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ആശ്ചര്യം കൊണ്ട് ബ്രഹ്മാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്തിനു കരയുന്നു എന്ന്. എൻ്റെ പേര് ബ്രഹ്മാവ് എന്ന് അല്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞ് കരയുന്നതെന്ന് അറിയിച്ചു. ഇത് അറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആ കുഞ്ഞിനെ രുദ്ര എന്ന് പേരിട്ടു. രുദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നതാണ്. ബ്രഹ്മാവിന് രുദ്രൻ എന്ന മകൻ പിറക്കുവാനും വിഷ്ണു പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ആദ്യം സൃഷ്ടിയിൽ എല്ലായിടത്തും ജലം നിറഞ്ഞു നിന്നിരുന്നു. ഈ സമയം വിഷ്ണു ഭഗവാൻ അനന്തനാഗത്തിനു മുകളിൽ എല്ലായിടത്തും നിറഞ്ഞിരുന്നു. ഈ സമയം വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു. അങ്ങനെയുള്ള സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരമേശ്വരൻ പ്രത്യക്ഷമായി.
എന്നാൽ ഈ സമയം ബ്രഹ്മാവ് പരമേശ്വരനെ തിരിച്ചറിയാതെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ വിഷമം തോന്നിയ പരമേശ്വരൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതേ സമയം വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനെ പരമേശ്വരനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പരമേശ്വരൻ ബ്രഹ്മാവിന് ക്ഷമ നൽകിയപ്പോൾ ബ്രഹ്മാവ് പരമേശ്വരനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പരമശിവൻ തൻ്റെ മകനായി ജനിക്കണം എന്നായിരുന്നു ആവശ്യം. ഇതുപ്രകാരമാണ് പരമശിവൻ രുദ്രൻ എന്ന നാമത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായി ജനിക്കുന്നു എന്നതാണ് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നത്. കൂടാതെ ഭാഗവതപ്രകാരം പരമേശ്വരൻ വിഷ്ണു ഭഗവാന്റെ നെറ്റിയിൽ നിന്നും ഉത്ഭവിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിനാലാണ് പരമേശ്വരൻ എപ്പോഴും ധ്യാനത്തിലായിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. വിഷ്ണു പുരാണപ്രകാരം പരമേശ്വരൻ ഏറ്റവും രൗദ്രമായ അവതാരമാണ് രുദ്രാവതാരം എന്നും പറയാം. ഇങ്ങനെയുള്ള രുദ്രാവതാരം ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറയുന്നു. ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ഒരു ദേവന്മാരുടെ ജനനത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. മറുപടിയായി ബ്രഹ്മദേവൻ നാരദനോട് ഇപ്രകാരം പറഞ്ഞു: ജഗജ്ജനനിയായ ദേവിയിൽ നിന്നും പരബ്രഹ്മത്തിൽ നിന്നുമാണ് സൃഷ്ടിയുടെ രചയിതാവായ താനും വിഷ്ണു ഭഗവാനും പരമേശ്വരനും ഉണ്ടായത് എന്നാണ് നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞത്. ഇങ്ങനെ പരബ്രഹ്മത്തിൽ സദാശിവൻ എന്ന പേരും ഉണ്ടാകുന്നു. ഭഗവാനായ സദാശിവന് 5 തലകൾ ഉണ്ടായിരുന്നു. ഈ 5 ശിരസ്സുമായി ബന്ധപ്പെട്ടാണ് ഓം എന്ന ശബ്ദത്തിൻ്റെ ഉറവിടമെന്ന് കരുതുന്നു. ഓം എന്നത് പരമേശ്വരൻ്റെ മൂലമന്ത്രമാവുകയും ചെയ്തു. അതിനാൽ തന്നെ ത്രിമൂർത്തികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാര്യങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നില്ല. ആയതുകൊണ്ട് പരമേശ്വരൻ സ്വയംഭൂ എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റുമില്ല. സൃഷ്ടിയുടെ ഉൽപ്പന്നത്തിൽ വിഷ്ണു ഭഗവാനിൽ നിന്നും വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. എന്നാൽ ശൈവപുരാണം സൃഷ്ടിയുടെ ഉൽപ്പത്തി ശിവനിൽ നിന്നുമാണ് എന്നും പറയപ്പെടുന്നു. ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിയുടെ ഉൽപ്പത്തിയെന്നും ചില ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്നിരുന്നാലും ഒരു സാദൃശ്യമായ ശക്തി സ്രോതസ്സാണ് ആയി പരമേശ്വരൻ ഇന്നും നിലകൊള്ളുന്നു. ജഗത്പിതാവായ പരമേശ്വരനെയും ജഗജ്ജനനിയായ പാർവതി ദേവിയെയും കണക്കാക്കുന്നു. അതുകൊണ്ട് ജഗത്പിതാവായ പരമേശ്വരനെ ഭക്തർ മനസ്സുരുകി വിളിച്ചാൽ വിളി കേൾക്കുന്നു ദേവനും കൂടി ആകുന്നു. പരമേശ്വരൻ്റെ ഉത്ഭവത്തെ കണ്ടുപിടിക്കുന്നതിനപ്പുറം ആ ദേവിമയമായ ചൈതന്യത്തെ കൂടുതൽ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓം നമഃ ശിവായ.